ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് താബിഇയായിട്ടുള്ള ഒരു വലിയ ഇമാം ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റഹിമഹുല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ മകൻ. അദ്ദേഹം വളരെ അത്ഭുതകരമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ച് നമ്മൾ അത്ഭുതപ്പെടുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാം. ഇബ്നു ജൗസി റഹിമഹുല്ലാ സിഫത്തു സഫ്വ എന്ന് പറയുന്ന സീറയുടെ കിതാബിൽ ഉദ്ധരിച്ച ഒരു സംഭവം. ഈ സംഭവം സഹിഹാണ്, സനദ് സഹിഹാണ്. അദ്ദേഹം ഒരു ദിവസം രാത്രി മസ്ജിദിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. മദീനയിലെ മസ്ജിദ് നബവി, അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം മദീനയിലുള്ള തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആവശ്യം വന്നു. ദുആ ചെയ്യാൻ ഒരു വിഷയം മനസ്സിൽ ഓർമ്മ വന്നു. അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു ആവശ്യം. അദ്ദേഹം അവിടെ നിന്ന് ദുആ ചെയ്തു. ഫജ്റിന് ബാങ്ക് കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്, ആ ദുആ നിർത്തുന്നത്, സമയം വൈകിയത് അറിയുന്നു. ഞാൻ നേരെ ഹറമിലേക്ക് തന്നെ തിരിച്ചുപോയി ഫജ്ർ നമസ്കരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ. അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹത്തിൻ്റെ പൂർവികരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് അത്ഭുതം മാറിക്കിട്ടും. അദ്ദേഹത്തിൻ്റെ ഉപ്പയാരാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ കുറിച്ച് സിയർ അലാമിൻ നുബൈൽ ദഹബി റഹിമഹുല്ലാ, മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത് കാണാം. കാന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഇദാ ഖാമ ഇല സ്വലാഹ് കഅന്നഹു ഊദ്. ഇബ്നു സുബൈർ നമസ്കരിക്കാൻ നിന്നാൽ ഒരു മരക്കഷ്ണമാണെന്ന് തോന്നും, എന്ന് പറഞ്ഞാൽ അനങ്ങുകയില്ല, കുറേ സമയം അവിടെ നിൽക്കും, ഒരു മരത്തടിയാണ് എന്ന് തോന്നിപ്പോകും. വഹദ്ദസ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സനദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഇബാദത്ത് എവിടെ നിന്ന് കിട്ടി. വഹദ്ദസ അന്ന അബൂബക്കറിൻ കാന കദാലിക്, അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ആരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു? അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിൻ്റെ വല്യപ്പ അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അപ്പോൾ അവർക്ക് പാരമ്പര്യമായി കിട്ടിയതാണ് ഇത്. അതുപോലെ സഹിഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റഹിമഹുല്ലാ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഉപ്പ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദ്ലൂമായി കൊല്ലപ്പെട്ടതാണ്. നമുക്കറിയാം, അദ്ദേഹത്തെ കുരിശ് തറച്ച് കൊന്നതാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം, സ്വന്തം പിതാവ് മരിച്ചതിന് ശേഷം 1 വർഷം ഉപ്പാക്ക് വേണ്ടിയല്ലാതെ ദുആ ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫർളായിട്ടുള്ള ദുആകൾ കഴിഞ്ഞാൽ സ്വന്തം ആവശ്യങ്ങളൊന്നും ദുആ ചെയ്തിട്ടില്ല. 1 വർഷം മുഴുവനും തൻ്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം നമസ്കാരത്തിലാണ് മരിക്കുന്നത്. മരണാസന്നനായി കിടക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടു. അപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് പോകാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ തടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ക്ഷണം എങ്ങനെയാണ് ഞാൻ നിരസിക്കുക എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് പോവുകയും ആളുകൾ കൈപിടിച്ച് പള്ളിയിൽ കൊണ്ടുപോയി നിർത്തി. 1 റക്അത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ മുൻഗാമികളുടെ ഒക്കെ ജീവിതത്തിൽ ഇത് കാണാം. ഒരാൾക്ക് എത്ര കണ്ട് ഈമാനുണ്ടോ അതിനനുസരിച്ച് അവൻ്റെ ദുആ വർദ്ധിക്കും. അപ്പോൾ ദുആ നിസ്സാരമായി കാണരുത്. ദുആ എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ മിൻഹാജ് സുന്ന എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നത് കാണാം, യുഖാതലു ബിദ്ദുആ കമാ യുഖാതലു ബിൽയദ്, കൈകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെ തന്നെ ദുആ കൊണ്ട് യുദ്ധം ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചു. എന്താണ്? ഇന്നമാ തുൻസറൂന ബിദുഅഫാഇക്കും, ഈ ഉമ്മത്തിന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നത് ഇന്നമാ തുൻസറൂന വതുർസഖൂന ബിദുഅഫാഇക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ദുർബലരെ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുന്നത്. ബിദുആഇഹിം വഇഖ്ലാസിഹിം വസലാത്തിഹിം, അവരുടെ ദുആ, ഇഖ്ലാസ്, നമസ്കാരം. അപ്പോൾ ദുആ എന്ന് പറയുന്നത് ഒരു ആയുധമാണ്, അത് നിസ്സാരമായി കാണരുത്.